ഹായ് ഹലോ. അപ്പോൾ ദേ നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇത് എൻ്റെ ഇടയ്ക്ക് എനിക്ക് നാളെ കൂടി ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങൾ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, എന്തൊരു സന്തോഷമാണ്. അപ്പം മനസ്സിലായി കാണുമല്ലോ ഞാൻ എത്ര കാത്തിരുന്ന ഐറ്റാണ് ഈ കിട്ടിയേക്കണേന്ന്. കാരണം ഇത് ആദ്യം ഒന്ന് വന്നതായിരുന്നേ, ഓർഡർ ചെയ്തിട്ട് വന്നതായിരുന്നു. അപ്പോഴേക്കും എനിക്കത് വാങ്ങിക്കാൻ പറ്റില്ല, ഞാൻ വീട്ടിലില്ലായിരുന്നു, അത് കാരണം വാങ്ങിച്ചില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും വന്ന്, അപ്പോൾ ഞാൻ വീട്ടിൽ പൈസ കൊടുത്തു വെച്ചാൽ പോയത്, ഇന്ന് സാധനം വരും മേടിച്ച് വെച്ചേക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ അമ്പലത്തിൽ പോയത്. അപ്പോൾ അതേ എങ്ങനെ ചെയ്യേണ്ട രീതിയൊക്കെ ഇപ്പം ഞങ്ങളൊരു പേപ്പർ എടുത്ത് മാറ്റി വെച്ചില്ലേ, അതിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട് ചെയ്യേണ്ട രീതിയൊക്കെ. പക്ഷേ എൻ്റെ തലയിൽ അതൊന്നും കയറില്ല ഗീസ്. അപ്പം ഞാനെല്ലാം എടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്ര ഐറ്റമാണോ, അത് ഒത്തിരി വലുതാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച്. ഇവർ ഈ പരസ്യത്തിൽ കാണുന്ന പോലെ അല്ലല്ലോ, നമ്മുടെ കൈ കിട്ടുമ്പം സാധനം ചെറുതായിരിക്കും മിക്കതും, അങ്ങനെയല്ല. പക്ഷേ ഇത് നമ്മൾ കണ്ടതിൽ ഇത്രയും കൂടെ വലുതാണെങ്കിലേ ഉള്ളൂ, ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇത്രയും കൂടെ വലുത്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതെൻ്റെ പുറകോട്ടൊന്ന് നോക്കിയേ, പൗഡറുകളിരിക്കുന്ന ക്രീം എല്ലാം ജനലിലൊക്കെ വയ്ക്കണം. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഓർഗനൈസറാണ്. അപ്പം ഈ ഓർഗനൈസർ വേറെ 2 ചെറിയ ഓർഗനൈസർ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പറ്റിക്കലായിട്ടൊന്നും അല്ല കിട്ടുന്ന ഓർഗനൈസറായിട്ട് കിട്ടിയത്. അപ്പോൾ അത് 2 ചെറിയ അടുക്കളയിലേക്ക് ടിന്നുകളൊക്കെ വെക്കാം. പക്ഷെ അത് തുറന്നിരിക്കും, ഓപ്പണാണ്. ഇതാകുമ്പോൾ അടച്ച് വെക്കാം. ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ചില്ലിൻ്റെ പോലത്തെ ഡോർ നമുക്ക് അകത്ത് ടിന്നുകൾ കാണാവുന്നതുണ്ട്. അപ്പോൾ അത് ഞാൻ 3 മേടിക്കാനായിട്ടിരിക്കുകയാണ്. അത് ഒരു സെറ്റായിട്ടാണ് 2000 സംതിങ് ആണ് കേട്ടോ അത്. അപ്പോൾ അത് മേടിക്കണം, നമുക്ക് അടുക്കളയിൽ വെക്കാമല്ലോ. നമുക്ക് കബോർഡുകളൊന്നുമില്ല, ഒരു മുറിയിലും കബോർഡുകളൊന്നുമില്ല. അത് കാരണം എല്ലാം വലിച്ചു വാരി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടീപ്പോയിലോ അല്ലെങ്കിൽ ഡെസ്കേലോ ഡൈനിങ് ടേബിളിൽ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ വീട്ടിൽ പൊതുവെ. അപ്പം ഇതിപ്പം ആ ഒരു കബോർഡില്ല എന്നുള്ളൊരു സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടി. ഇനിയിപ്പം ഇതൊരെണ്ണം കൂടി വാങ്ങിക്കുമ്പോൾ നമ്മൾ 1-2 എണ്ണം കൂടി വാങ്ങിച്ചാൽ മതി. ഇപ്പം എല്ലാ മുറിയിലും വെക്കാമല്ലോ. ഓരോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കും. അപ്പം ഞാൻ അടുക്കളയിലേക്ക് ഞാൻ വലുത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. എനിക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുമല്ലോ, പെടുമായിരിക്കുന്നേ. അപ്പോൾ ഞാൻ ആ പേപ്പറിലൊക്കെ നോക്കി ചെയ്തതാണ്, പക്ഷേ ഇവിടെ ശരിയായില്ല. അപ്പം ഞാൻ എല്ലാം വെച്ചൊക്കെ വന്നിട്ട് അവസാനമായിട്ട് ഡോറ് വരുമ്പോഴത്തേക്ക് ഇതേണ്ടേ, ഡോറ് കാണുമ്പോഴേ അറിയാമല്ലോ, ഡോറിങ്ങനെ ഇളകി കിടക്കുക. പക്ഷെ ഞാൻ കണ്ട വീഡിയോയിലെന്ന് വെച്ചാൽ, ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അതിൻ്റെ ലിങ്കിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടത് ഡോറൊക്കെ നല്ല സെറ്റായിട്ടിരിക്കും. അവരിങ്ങനെ പൊക്കുന്നു തുറക്കുന്നു, നമ്മളിങ്ങനെ മേശയുടെ വലിപ്പ് പോലെ തള്ളി വയ്ക്കുന്നു. അതൊക്കെ നല്ല പെർഫെക്റ്റ് ലോക്കായിട്ടായിരിക്കണം. പക്ഷെ ഞാൻ വെച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ പോയി, എൻ്റെ കാശ് പോയി എന്ന് തന്നെ വിചാരിച്ച്. അപ്പം ഞാൻ മാറ്റി വെച്ച്. പിന്നെ മൂർത്തി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മൂർത്തി വന്നിട്ട് ഞാൻ കാണിച്ച, മോനെ ഇത് കണ്ട ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് എൻ്റെ അമ്മയെ അത് അങ്ങനെയല്ല, അവനെടുത്ത് നോക്കിച്ചും പറഞ്ഞ് ഇതിൻ്റെ ഓരോ ഭാഗത്തും ലെഫ്റ്റ് റൈറ്റ് തിരിച്ചു വയ്ക്കേണ്ട രീതിയൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും നോക്കാതെ ചുമ്മാ എടുത്തങ്ങ് സെറ്റ് ചെയ്ത്. പിന്നെ ലാസ്റ്റത്തെ 3 അല്ല അടിഭാഗത്ത് 3 മൂർത്തി സെറ്റ് ചെയ്ത് തന്നു. അപ്പം എല്ലാം സെറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വീഡിയോ ഇടേണ്ടതാണ്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് 2 ഞാൻ ചെയ്ത്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത്. നീ കാണിച്ചല്ലോ ചെയ്യുന്ന രീതി. അപ്പോൾ നമ്മുടെ റൂമിൽ നോക്കിയാൽ, റൂമല്ലത് ഹാളാണ് കേട്ടോ. ഹാളിൽ നോക്കിയാൽ പെയിൻറ്റുമായിട്ട് എത്ര മാച്ചാ. ഈ ഹാളിലാണ് ഇത് ശരിക്കും മാച്ച് കേട്ടോ. പക്ഷേ ഞാൻ പെയിൻറ്റ് മാറ്റാൻ പോവാണ് കേട്ടോ, വൈറ്റ് ആക്കാൻ പോവാം. ഞങ്ങൾ തന്നെ പെയിൻ്റ് അടിച്ച് നോക്കട്ടെ. ഞാൻ പറഞ്ഞു നമുക്ക് തന്നെ പെയിൻ്റ് അടിക്കാം എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പെയിൻറ്റ് വാങ്ങിക്കണ്ടേ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എത്ര വലിപ്പം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നെ കണ്ട. നമ്മളൊരു അത്യാവശ്യം വലുത് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ റൂമിൽ കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾ പിന്നെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട്. 5 ഉണ്ട് കണ്ട. ഞാൻ നേരത്തെ 4 തുറന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തുണി മടക്കി വെക്കണമെങ്കിൽ വെക്കാം, ബാക്കി എല്ലാ ഐറ്റംസും എടുത്ത് വയ്ക്കാം. ഞാനിത് അടുക്കളയിലേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൻ തരികയല്ല മൂർത്തി. അമ്മ വേറെ വാങ്ങിച്ചിട്ട് അടുക്കള വെച്ചു. അപ്പോഴാണ് അവൻ തന്നെ ഇത് കാണിച്ചു തന്നത്. ഇതാകുമ്പോഴത്തേക്ക് ടിന്നുകളൊക്കെ ഇരിക്കണ കാണാമല്ലോ, അത് വാങ്ങിക്കാൻ പറയാം. അങ്ങനെ നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് കണ്ടതേ ഇങ്ങനെ എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല ഫിനിഷാണ്, നല്ല ഗ്ലൈസിങ് ഒക്കെ ഉള്ള നല്ല ഐറ്റംസ്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അലമ്പായി പോകത്തൊന്നുമില്ല. മെറ്റീരിയൽ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ അപ്പം തന്നെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ നടന്ന് വാച്ചുകളും ഇഷ്ടംപോലെ വാച്ചും കണ്ണടയൊക്കെ ഉണ്ടല്ലോ മൂർത്തിക്ക്. അത് കളക്ഷനാണ് പുള്ളിയുടെ. എവിടെ പോയാലും കണ്ണട വാങ്ങിക്കൽ വാച്ച് വാങ്ങിക്കലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാനായിട്ട് നല്ലൊരു സ്ഥലം. അലമാരി വെക്കും. പിന്നെ അവിടെ ബാഗുകൾ എല്ലാം വേണേലും നമുക്ക് വെക്കാം കേട്ടോ. അതിൻ്റെ അടിവശത്ത് ബാഗുകൾ
അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാം. പിന്നെ മേളിൽ നമ്മുടെ അത്യാവശ്യം നമുക്ക് ഡെയിലി എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളൊക്കെ മേളിൽ വെക്കാം. പിന്നെ ഇതിൽ ക്രീമും പൗഡറും കണ്ണടിയൊക്കെയാണ് വെക്കുന്നത്. തൊട്ട് താഴത്തേൽ മൂർത്തിയുടെ വാച്ചുകളൊക്കെ ഇനി ഓരോ സ്ഥലത്തും പെറുക്കിക്കൊണ്ട് വരണം. അപ്പം നല്ലൊരു ഐറ്റമാണ്. അപ്പം വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.